വിദ്യാഭ്യാസ വകുപ്പിന് വ്യാജ പരാതി നൽകി പിറവം സെന്റ് ജോസഫ് ഹൈസ്കൂൾ പ്രധാന അധ്യാപകനിൽ നിന്ന് 15 ലക്ഷം രൂപ തട്ടാൻ ശ്രമിച്ച PTA പ്രസിഡന്റും കൂട്ടാളികളും വിജിലൻസിന്റെ പിടിയിലായി. മുൻ PTA ഭാരവാഹി ഇടുക്കി ബൈസൺവാലി സ്വദേശിയും ഇപ്പോൾ പിറവത്ത് താമസിക്കുന്നയാളുമായ B. പ്രസാദ്, തിരുവനന്തപുരം മലയൻകീഴ് കൊല്ലോട് സ്വദേശി രാകേഷ് റോഷൻ, PTA പ്രസിഡന്റ് എറണാകുളം ഇലഞ്ഞി സ്വദേശി ബിജു തങ്കപ്പൻ, എറണാകുളം ഓണക്കൂർ സ്വദേശി അലേഷ് ജോസ് എന്നിവരാണ് അറസ്റ്റിലായത്. പരാതി വിജിലൻസിന് കൈമാറുമെന്നും ഇല്ലാക്കഥകൾ സമൂഹത്തിൽ പ്രചരിപ്പിക്കുമെന്നുമായിരുന്നു ഭീഷണി. അധ്യാപകനെതിരെ പ്രസാദ് നൽകിയ പരാതിയിൽ വിദ്യാഭ്യാസ വകുപ്പ് അന്വേഷണം നടത്തിയിരുന്നു. ഇക്കാര്യമുയർത്തി കൂട്ടുപ്രതികൾ അധ്യാപകനെ പ്രസാദിന്റെ വീട്ടിലേക്ക് വ്യാജ ഒത്തുതീർപ്പ് ചർച്ചയ്ക്ക് വിളിച്ചു വരുത്തി. പരാതി പിൻവലിക്കാൻ ഇനി വിദ്യാഭ്യാസ വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥന് മാത്രമേ കഴിയൂവെന്ന് പറഞ്ഞ് ഫെബ്രുവരി 27-ന് അധ്യാപകനെ തിരുവനന്തപുരത്തെ ഒരു ഹോട്ടലിൽ എത്തിച്ചു. ബൈക്ക് ഷോറൂമിലെ മാനേജറായ രാകേഷ് ഉദ്യോഗസ്ഥൻ ചമഞ്ഞ് ഹോട്ടലിലെത്തി പരാതി പിൻവലിക്കാൻ സാധിക്കില്ലെന്ന് അറിയിച്ചു. ഹോട്ടലിൽ വന്നതിന് 5000 രൂപയും കൂട്ടുപ്രതികളുടെ യാത്രാ ചെലവിൻ്റെതടക്കം 30,000 രൂപയും ഇയാൾ ഗൂഗിൾ പേ വഴി അധ്യാപകനിൽ നിന്നും വാങ്ങിയെടുത്തു. 5 ദിവസത്തിനു ശേഷം 15 ലക്ഷം രൂപ നൽകിയാൽ പരാതി ഒതുക്കിത്തീർക്കാമെന്ന് ഫോണിലൂടെ പ്രതികൾ അറിയിച്ചു. ഇത്രയും പണമില്ലെന്ന് പറഞ്ഞതോടെ കുടുംബം തകർക്കുമെന്നായി ഭീഷണി. ഒടുവിൽ 5 ലക്ഷം രൂപ ഉദ്യോഗസ്ഥന് നൽകാമെന്ന് ഏറ്റു. അന്ന് തന്നെ വിവരം അധ്യാപകൻ വിജിലൻസ് മധ്യമേഖലാ മേധാവി S. ശശിധരനെ അറിയിച്ചു. ചൊവ്വാഴ്ച പണം നൽകാൻ അധ്യാപകൻ തിരുവനന്തപുരം വെഞ്ഞാറമൂട്ടിലെ ഇന്ത്യൻ കോഫി ഹൗസിന് മുന്നിലെത്തി. 2 ലക്ഷം രൂപ രാകേഷ് വാങ്ങുന്നതിനിടെ വിജിലൻസ് പ്രതികളെയെല്ലാം കൈയോടെ പിടികൂടുകയായിരുന്നു. ചോദ്യം ചെയ്യലിലാണ് പണം വാങ്ങിയത് സർക്കാർ ഉദ്യോഗസ്ഥനല്ലെന്ന് തിരിച്ചറിഞ്ഞത്. മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം. ഇന്ന് തന്നെ സന്ദർശിക്കൂ A1 ടെക്സ്റ്റൈൽസ്, നെഹ്റു പാർക്ക്, മൂവാറ്റുപുഴ.